നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എത്തി. നമ്മൾ കോറൽ ഡ്രോ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് തിയറിയിലും പ്രാക്ടിക്കലും ഒരുപോലെ ഉണ്ട്. ടോപ്പിക്സ് സെയിം ആയിട്ട് തിയറിയിലും പ്രാക്ടിക്കലിലും വരുന്നുണ്ട്. അപ്പം തിയറിയിൽ നമുക്ക് വൺ വേർഡിലൊക്കെ ചോദിക്കും, പ്രാക്ടിക്കലിൽ പക്ഷേ ചോദിക്കാറില്ല. അപ്പം നമ്മളിതിൻ്റെ ടൂൾസുകൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ടൂളുകളാണ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് കോറൽ ഡ്രോയ്ക്ക് ഉപയോഗിക്കുന്ന ടൂൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കോറൽ ഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ. നമ്മൾ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ലോഗോ ഉണ്ടാക്കും, പിന്നെ വിസിറ്റിംഗ് കാർഡ്, അങ്ങനെ മോട്ടിവ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ കോറൽ ഡ്രോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോറൽ ഡ്രോ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. വെക്റ്റർ ബേസ്ഡ് എന്ന് പറയുമ്പം നമ്മൾ ലൈൻസും കേർവ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മളിപ്പം ഇങ്ങനെ വെക്റ്റർ ബേസ്ഡിൽ ക്രിയേറ്റ് ചെയ്തൊരു ഇതിൽ നമ്മളിപ്പോൾ പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എൻലാർജ് ചെയ്യുമല്ലോ, നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പം അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടില്ല. പക്ഷേ ബിറ്റ് മാപ്പ് ആണെങ്കിൽ നമുക്ക് അത് എൻലാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞ് ഡള്ളായ പോലത്തെ ഔട്ട്ലൈനൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ. പക്ഷേ ഇതിൽ നമ്മൾ കോറൽ ഡ്രോയിൽ ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയത് കാരണം അതിൻ്റെ ക്ലാരിറ്റി കുറയില്ല. ഓക്കെ, സൂം ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, നമുക്ക് ചില പിക്ചേഴ്സിൻ്റെ അതൊക്കെ നോക്കുമ്പം അതിൻ്റെ ക്ലാരിറ്റി പോകും. പക്ഷേ ഇതിൽ അങ്ങനെ വരില്ല. അപ്പോൾ നമ്മളിത് ഫാഷൻ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളല്ലാതെ ഒരുപാട് മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിൽ നമ്മളിത് ക്രോക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്രോക്കികൾ നമ്മൾ വരച്ചുണ്ടാക്കുന്നതല്ലേ, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്സസറീസ് ഒക്കെ ഡിസൈൻ ചെയ്യാം, ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ കോറൽ ഡ്രോ ഉപയോഗിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ. അപ്പോൾ ഇതിൽ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് ഇതിലെന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ടൂളെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കോറൽ ഡ്രോ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമുക്കൊരു കോറൽ ഡ്രോയുടെ വിൻഡോ കാണാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊന്നും അവിടെ ഉണ്ടാവില്ല, അറിയാലോ. ഇത് ഇങ്ങനെ ഈ ഒരു ടൂള് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴ്സർ വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ടൂൾ അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ടൂൾസ് ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാം. വേർട്ടിക്കൽ കോളം പോലെ ഒരുപാട് ടൂൾസ് കാണാം. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോറൽ ഡ്രോ വരയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ളത് ഷേപ്പ് ടൂളുണ്ട്, സൂം, കർവ്, സ്മാർട്ട് ഡ്രോയിങ്, റെക്റ്റാങ്കിൾ, എലിപ്സ്, ഒബ്ജക്റ്റ് ടൂള്, ഷേപ്സ് ടൂള്, പിന്നെ ടെക്സ്റ്റ് ടൂള്, ഇൻറ്ററാക്റ്റീവ് ടൂള്, ഐ ഡ്രോപ്പർ ടൂള്, ഔട്ട്ലൈൻ ടൂള്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ ടൂളാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അത് അടുത്തതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള മെയിൻ ടോപ്പിക്സ് നമ്മളൊന്ന് കവർ ചെയ്യുന്നതാണ് ഇതിൽ ടൂൾസിൽ. അപ്പം നമ്മളിപ്പം സൂം ടൂള്, സാധാരണ നിങ്ങൾ കേൾക്കുന്ന ഒരു വേർഡാണ് സൂം. എന്തിനാണ് സൂം? നമ്മളിപ്പം ഫോണിലാണെങ്കിൽ നമ്മൾ സൂം ചെയ്ത് നോക്കൂലേ, എന്തിനാണത്? ഒന്നുകിൽ അതിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് കാണാൻ വേണ്ടി, സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ സൂം ടൂൾ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. കോറൽ ഡ്രോയിലും സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമാണ് എന്ത് സൂം ടൂൾ ഉപയോഗിക്കുക. പിന്നെയോ സൂം ടൂളിൻ്റെ അവിടെ തന്നെ നമുക്ക് വേറൊരു ഹാൻഡ് ടൂൾ കാണാം, ഹാൻഡിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട്. അതെന്തിനാണ്? നമുക്ക് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പിക്ചറോ അല്ല ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ അവിടെ നിന്ന് നീക്കി കുറച്ച് അങ്ങോട്ടേക്ക് നീക്കിയൊക്കെ വെക്കാം, ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹാൻഡ് ടൂള്. അപ്പോൾ സൂം ടൂൾ നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. സൂം ടൂളിന് ഷോർട്ട് കട്ടിൽ നമ്മൾ ഷിഫ്റ്റ് F2 അടിച്ചു കഴിഞ്ഞാൽ സൂം ഇൻ ചെയ്യാൻ പറ്റും. F3 അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഷിഫ്റ്റ് F3 കേട്ടോ, വെറും F3 അല്ല, ഷിഫ്റ്റ് F3. അത് നിങ്ങൾക്ക് ഈ പിന്നെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഷിഫ്റ്റ് എന്നുള്ളൊരു കീ വേറെ കാണാം. F1, F2, F3 എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു റോ കാണാം. അപ്പം നമ്മൾ ഷിഫ്റ്റും ഞെക്കണം, F3യും ഒരുമിച്ച് ഞെക്കുക. അപ്പം നമുക്ക് സൂം ഔട്ട് ആവും. ഷിഫ്റ്റും F2 ആണെങ്കിൽ സൂം ഇൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഈ കീപാഡ് ജസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. ഗൂഗിളിൽ കയറിയിട്ട് കീപാഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാം F1, F2, F3 എന്ന് പറഞ്ഞാൽ മുകളിലൊരു റോ കാണാം. F12 വരെയുള്ളൊരു റോ.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റും F2 അടിക്കുമ്പോൾ സൂം ഇൻ ചെയ്യാം, ഷിഫ്റ്റ് F3 അടിച്ചാൽ സൂം ഔട്ട് ചെയ്യാം. നമ്മളിതെന്താ പറയുക, ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ സൂം ടൂൾ എടുത്ത് പിന്നെ അതിനെ വലുതാക്കി നമ്മൾ ഓരോ ഞെക്കിയിട്ട് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് കട്ട് കീകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ഉള്ളത് F4 എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ചെയ്യുന്നത്? എൻ്റയർ ഡോക്യുമെൻ്റ്, മൊത്തം ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മൊത്തം ഡിസൈൻ ഒരുമിച്ച് സൂം ചെയ്യാൻ വേണ്ടിയിട്ട്, സൂം ടു ഷോ ദ എൻ്റയർ ഡോക്യുമെൻറ്റിന് നമ്മൾ F4 മാത്രം അടിക്കും. അതിൽ ഷിഫ്റ്റ് അടിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് F4 മാത്രം. ഓക്കെ, ഇതാണ് നമ്മൾ ടൂൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം സൂം, പിന്നെ ഹാൻഡ് ടൂള്. ഹാൻഡ് ടൂൾ എന്തിനായാലും ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലത്ത് നമുക്കൊരു ഒബ്ജക്റ്റിനെ അങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹാൻഡ് ടൂള്. അടുത്തതാണ് പിക്ക് ടൂൾ. പിക്ക് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിന് നമ്മൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു ഷേപ്പ് നമുക്ക് അതിനെ സ്ട്രെച്ച് ചെയ്യുമോ ഒക്കെ, അതിൻ്റെ ഒരു ഇത് ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക ഒബ്ജക്റ്റിനെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിക്ക് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. പിക്ക് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കേഴ്സറില്ലേ, നമ്മൾ സാധാരണ ഇതിൽ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു ആരോ മാർക്ക് പോലത്തെ ഒരു ടൂൾ ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പോവുക, അതിന് കേഴ്സർ എന്നാണ് പറയുക. അപ്പം ഈ പിന്നെ കേഴ്സറിൻ്റെ അതേ ഇതിൽ തന്നെയാണ് ഇതുള്ളത്, പിക്ക് ടൂളിൻ്റെത് ഉള്ളത്. അതിൻ്റെ ടൂളിൻ്റെ കണ്ടോ, പിക്ക് ടൂൾ എന്ന് പറയുന്നത് ഈ കേഴ്സറിൻ്റെ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇത് മൗസിൻ്റെ കേഴ്സർ അല്ലേ, അതിൻ്റെ ഐക്കൺ പോലെ തന്നെയാണ് പിക്ക് ടൂൾ. റീസൈസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ അത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് സ്ട്രെച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? പിക്ക് ടൂള്. അടുത്തത് ഫ്രീ ഹാൻഡ് ടൂള്. ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഫ്രീ ഹാൻഡ് ടൂള്. അപ്പോൾ അതിൽ തന്നെ കുറേ കാറ്റഗറി ഉണ്ട്. 2 പോയിൻറ്റ് ലൈന്, ബേസർ ടൂള്. ഇത് ബേസിയർ ടൂൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഷേപ്പ് ചെയ്യാൻ, കേർവ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട്, ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസർ ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് പെൻ ടൂൾ ഉണ്ട്, പോളി ലൈൻ ടൂൾ ഉണ്ട്, പിന്നെ 3 പോയിൻറ്റ് കർവ് ടൂൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൂളുകൾ ഇതിൽ തന്നെ കാണാം. ഫ്രീ ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. അതെടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു സെറ്റ് ഓഫ് ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? 2 പോയിൻറ്റ് ലൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്രിയേറ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റേത് നമ്മൾ പറഞ്ഞു, ബേസിർ ടൂൾ പറഞ്ഞു, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, കേർവ്സ്, പിന്നെ അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ ഷേപ്പുകൾ. പിന്നെ പെൻ ടൂൾ. പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്ത് എഡ്ജ് ആയിട്ടുള്ള ലൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളി ലൈൻ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 3 പോയിൻറ്റ് കർവ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ ഇതിലൊക്കെ. പിന്നെ ഫ്രീ ഹാൻഡ് ടൂളിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ പറഞ്ഞത് F5. ഇതിൽ ഷിഫ്റ്റ് ഒന്നും വേണ്ട, വെറും F5. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് F5 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ടൂൾസ് അവിടെ വരും. ഓക്കെ, പിന്നത്തത് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. അപ്പോൾ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്ന ഇതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ടൂൾസ് ഇതിലും വരും അല്ലേ. എന്തിനത്? ആംഗിൾ ചേഞ്ച് ചെയ്യാം അല്ലേ, ഒരു ഇതിൽ നിന്ന് ഒരു എന്തിനാ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഭാഗം സെലക്ട് ചെയ്യാൻ, ഒരു ഫിക്സഡ് പോയിന്റിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒരു സെറ്റ് ഓഫ് ടൂൾസ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഫ്രീ ആംഗിൾ റിഫ്ലക്ഷൻ ടൂളുണ്ട്, ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രീ സ്ക്യൂ ടൂളുണ്ട്, അതായത് ഒന്ന് ഞെക്കുക, അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് ആ ഒബ്ജക്റ്റിനൊന്ന് വലിക്കുകയും അതൊന്ന് പ്രസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, കംപ്രസ് ചെയ്തിട്ടൊക്കെ അതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രീ സ്കെയിൽ ടൂളുണ്ട്, അതിനെ റീസൈസ് ചെയ്യാം, ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാവണം, നമ്മളിത് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന വീഡിയോ അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ അവർ ടൂൾസ് പറഞ്ഞുതരും, അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയലിൽ തന്നെ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ട്യൂട്ടോറിയൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. അടുത്തത് റിപ്പൽ ടൂൾ. റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഷേപ്പിലുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു ഷേപ്പിലേക്ക് സൈസ് ഇതിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ്, ഇവിടുത്തെ ഷേപ്പ് അങ്ങ് മാറി അല്ലേ. റീഷേപ്പ് ചെയ്യുക, ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി എന്ത് ചെയ്യുക, റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് നൈഫ്. നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ. നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, കത്തിക്കാണ് നമ്മൾ നൈഫ് എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്യുക, എന്നിട്ട് ചെറിയൊരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിനെ, വേണ്ടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ആ പാർട്ട് ആവശ്യമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ നൈഫ് ടൂൾ എടുത്തിട്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൈഫ് ടൂൾ ഉപയോഗിക്കുന്നത്. നൈഫ്. പിന്നെ ഇറേസർ ടൂൾ. ഇറേസർ എന്തായിരിക്കും, നമുക്ക് ഏതെങ്കിലും പാർട്ട് നമ്മളിപ്പം വരച്ചിരിക്കുന്നതിൽ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ നമ്മളത് ഇറേസ് ചെയ്യണം അല്ലേ, മായ്ക്കുക. ഇറേസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മായ്ക്കാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കും. പിന്നെ ഇതിലിപ്പം നമുക്കിപ്പം ആവശ്യമില്ലാത്ത പാർട്ട് ഇവിടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്തു, മായ്ച്ച് അങ്ങോട്ട് കളയും. ആ ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇറേസർ, അപ്പോൾ നമ്മളൊരു റബ്ബറിൻ്റെ പോലത്തെ ഒരു ടൂളായിരിക്കും. നമ്മൾ സാധാരണ നിങ്ങൾ ഇതിൽ പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ, കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് പെയിൻറ്റിലൊക്കെ എന്തെങ്കിലും വരയ്ക്കും, കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും വരയ്ക്കും, പിന്നെ അത് റിമൂവ് ചെയ്യും, ചിലപ്പോൾ ഇറേസർ ടൂൾ എടുത്തിട്ട് കളയും അല്ലേ. അപ്പം നമുക്കറിയാം ടൂൾ എന്ന് പറയുമ്പോൾ ഇറേസർ ടൂൾ എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റിൽ ഏതെങ്കിലും വേണ്ടാത്തത് നമ്മൾ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറേസർ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും ടൂളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും വരുന്ന കുറേ ടൂൾസ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിനായിട്ടുള്ള ചില പാർട്ടുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോ ടോപ്പിക്ക്, അതായത് ഇപ്പോൾ ഷേപ്പ് ടൂളാണ്, ഷേപ്പ് ടൂൾ എടുത്തിട്ട് അതിനകത്ത് വരുന്ന ടൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ അത് നോക്കുക, വീഡിയോ കാണുക കേട്ടോ, വീഡിയോ ട്യൂട്ടോറിയൽ കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു.